ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. സർക്കാർ മേഖലയിലെ തൊഴിലെന്നും ഏതൊരു അഭ്യസ്ത വിദ്യരുടെയും സ്വപ്നമാണ്. അതിനുവേണ്ടി പഠിച്ച് സർക്കാർ ജോലിയുടെ കടമ്പയായ PSC പരീക്ഷ എഴുതി പാസ്സായി കാത്തിരിക്കുന്നവർക്ക് ഒഴിവുകൾ നിരവധി ഉണ്ടായിട്ടും നികത്താൻ വകുപ്പ് മേധാവികൾ തയ്യാറാവാത്തത് ഈ വിഭാഗത്തെ നിരാശരാക്കുകയാണ്. ഇതിനെതിരെ യുവജന പ്രക്ഷോഭം ആരംഭിച്ചു. റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്ക് ശേഷം. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ സംരക്ഷിക്കുന്നവർ തന്നെയാണ് തനിക്കെതിരെ വധഭീഷണി ഉയർത്തിയതെന്ന് KK രമ. വികസന പ്രവർത്തനങ്ങൾക്കായി കേരളത്തിൽ ചിലവഴിക്കുന്നത് നാമമാത്ര തുകയാണെന്ന് മന്ത്രി ആര്യാടൻ മുഹമ്മദ്. PSCയിലെ പിൻവാതിൽ നിയമനത്തിനെതിരെ പ്രതിഷേധിച്ച യുവമോർച്ച പ്രവർത്തകരുടെ മാർച്ചിൽ സംഘർഷം. 4 പ്രവർത്തകർക്ക് പരിക്ക്. വിശദമായ വാർത്തകളിലേക്ക്. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ പുറത്തിറങ്ങിയാൽ തന്റെ ജീവന് ആപത്ത് സംഭവിക്കുമെന്ന് ഭയക്കുന്നതായി KK രമ. TP വധക്കേസിലെ പ്രതികളെ സംരക്ഷിക്കുന്നവർ തന്നെയാണ് തനിക്ക് ഭീഷണി കത്തയച്ചതെന്നും രമ കൂട്ടിച്ചേർത്തു. വധഭീഷണിയുമായ 2 കത്തുകളാണ് KK രമയ്ക്ക് വന്നത്. ഇത് സംബന്ധിച്ച പ്രതികരണമാണ് കോഴിക്കോട് നടത്തിയത്. TP ചന്ദ്രശേഖരൻ വധക്കേസിന്റെ വിധി ജനുവരി 22-ാം തീയതി വരാനിരിക്കെയാണ് അദ്ദേഹത്തിന്റെ ഭാര്യയായ രമയ്ക്ക് നേരെ വധഭീഷണി ഉയർന്നു വന്നത്. 2 ഭീഷണി കത്തുകളാണ് രമയ്ക്ക് ലഭിച്ചത്. ഇതിൽ പറയുന്നത് TP വധക്കേസിലെ പ്രതികൾക്കെതിരെ ഇനി എന്തെങ്കിലും ശബ്ദിച്ചാൽ വധിക്കും എന്നായിരുന്നു. ഈ ഭീഷണി കത്തിനെതിരെ രമ കോഴിക്കോട് പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു: TP വധക്കേസിലെ പ്രതികളെ സംരക്ഷിക്കുന്നവർ തന്നെയാണ് തനിക്ക് ഭീഷണി കത്തയച്ചത്. കേസിലെ പ്രതികൾ പുറത്തിറങ്ങിയാൽ തന്റെ ജീവന് ആപത്ത് സംഭവിക്കുമെന്ന് താൻ ഭയക്കുന്നുണ്ട്. പ്രതികളെ വെറുതെ വിട്ടാൽ CBI കൊണ്ട് അന്വേഷണം നടത്താൻ ആവശ്യപ്പെടുമെന്നും രമ കോഴിക്കോട് പറഞ്ഞു. അതെ, തീർച്ചയായിട്ടും ഉണ്ട്. ഈ ജയിലിൽ ഈ പ്രതികൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പം ഏത് രൂപത്തിലാണ് ഞങ്ങളോട് കാണിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് ആശങ്കയുണ്ട്, വല്ലാതെ ഭയക്കുന്നുണ്ട്. പിൻവാതിൽ നിയമനത്തിൽ പ്രതിഷേധിച്ച് യുവമോർച്ച PSC ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. 4 പ്രവർത്തകർക്ക് പരിക്കേറ്റു. കേരളത്തിൽ നിലവിലുള്ള PSC ഒഴിവുകൾ നികത്താതെ സർക്കാർ ആളുകളെ കബളിപ്പിക്കുകയാണെന്ന് യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ P സുധീർ പറഞ്ഞു. മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒഴിവുള്ള തസ്തികകളിലെ റാങ്ക് ലിസ്റ്റിലൂടെ നിയമനം നടത്തുക. കേരളത്തിൽ PSC നിയമനങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിരോധനം പിൻവലിക്കുക, പിൻവാതിൽ നിയമനങ്ങൾ അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് യുവമോർച്ച കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് PSC ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ പ്രിൻസ് എബ്രാമിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് പ്രവർത്തകരെ തടഞ്ഞു. PSC ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ ചെറിയ തോതിൽ സംഘർഷമുണ്ടായി. ഉന്തിലും തള്ളിലും പെട്ട് പ്രവർത്തകർക്ക് പരിക്കേറ്റു. യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ബബീഷ് ഒളവണ്ണ, സംസ്ഥാന സമിതി അംഗം പ്രക്ഷോഭ് കോട്ടൂളി, സജീഷ് പുതുക്കുടി, ശ്രീജിത്ത് ഒളവണ്ണ എന്നിവർക്കാണ് പരിക്കേറ്റത്. യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ P സുധീർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ആകമാനം 60,000 ഒഴിവുകൾ നിലവിലുണ്ട്. ഇത് നികത്താതെ സർക്കാർ ആളുകളെ കബളിപ്പിക്കുകയാണെന്ന് P സുധീർ പറഞ്ഞു. ലാസ്റ്റ് ഗ്രേഡിൽ 52,000 പേരുടെ ലിസ്റ്റുള്ളപ്പോൾ ആകെ 4,000 പേരെ മാത്രമാണ് സർക്കാർ നിയമിച്ചത്. 10 വർഷം മുൻപ് വരെ നടത്തിയ നിയമനങ്ങളെക്കുറിച്ച് ധവളപത്രം ഇറക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് മഞ്ജുനാഥ് അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബു, KT വിപിൻ, സുധീർ കുന്നമംഗലം, പ്രമോദ് കോട്ടൂളി തുടങ്ങിയവർ നേതൃത്വം നൽകി. തെരുവിൽ കുപ്പിയും കടലാസും പെറുക്കിവിറ്റ് ഉപജീവനം കഴിയുന്ന സമദ് പട്ടുതെരുവിന്റെ മാണിക്യമായി. വീണുകിട്ടിയ 12,000 രൂപയും രേഖകളും തിരിച്ചേൽപ്പിച്ചാണ് സമദ് സത്യസന്ധതയുടെ ഉദാത്ത മാതൃകയായത്.
ബോംബെ ഹോട്ടലിന് മുന്നിൽ നിന്ന് വെള്ളിയാഴ്ച പുലർച്ചയ്ക്കാണ് സമദിന് പേഴ്സ് വീണ് കിട്ടിയത്. തൊട്ടടുത്ത വിനീത ഹോട്ടലിൽ നിന്ന് പുലർച്ചയ്ക്ക് ചായ കടം വാങ്ങി കുടിച്ചിറങ്ങിയതായിരുന്നു സമദ്. സ്വന്തം പോക്കറ്റ് ശൂന്യമായിരുന്നുവെങ്കിലും വീണ് കിട്ടിയ പേഴ്സിലെ 1000ന്റെ നോട്ടുകൾ സമദിനെ പ്രലോഭിപ്പിച്ചില്ല. ഉടനെ ഹോട്ടലിന് മുകളിലുള്ള INTUC ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം രാജിനെയും വിവരമറിയിച്ചു. രാജിനും സമദിന്റെ അയൽക്കാരൻ ജിയാദും പേഴ്സ് പരിശോധിച്ചു. പാൻ കാർഡും രേഖകളും പണവും തിട്ടപ്പെടുത്തി. പേഴ്സിലെ വിലാസത്തിൽ ഉടമസ്ഥരെ വിളിച്ചു. മഞ്ചേരി KMH ഹോസ്പിറ്റലിനടുത്ത് ഔലൈൻ ഹൌസിൽ ഷബിനയുടേതായിരുന്നു പേഴ്സ്. വ്യാഴാഴ്ച ഉപ്പ അബ്ദുള്ളയ്ക്കൊപ്പം കോഴിക്കോട് ഷോപ്പിംഗിനെത്തി ബോംബെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയപ്പോഴായിരുന്നു പേഴ്സ് നഷ്ടമായത്. വൈകിട്ട് സഹോദരൻ ഫർദീസിനൊപ്പം എത്തി ഷബ്ന പേഴ്സ് ഏറ്റുവാങ്ങി. പട്ടുതെരുവിലെ കച്ചവടക്കാരും സമദിന്റെ സത്യസന്ധതയെ പ്രശംസിച്ചു. കുപ്പിയും കടലാസും പെറുക്കി ജീവിക്കുന്ന ഈ 48-കാരൻ മുൻപും കളഞ്ഞുകിട്ടിയ പണം തിരികെ കൊടുത്ത് മാതൃക കാട്ടിയ അനുഭവമുണ്ടെന്ന് കച്ചവടക്കാർ പറഞ്ഞു. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ സമ്മേളനം DCC ഓഡിറ്റോറിയത്തിൽ മന്ത്രി ആര്യാടൻ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തിന്റെ വരുമാനത്തിന്റെ വലിയ ഭാഗം പെൻഷൻ, ശമ്പളം, പലിശ തുടങ്ങിയവയ്ക്ക് നൽകുകയാണെന്നും വികസന പ്രവർത്തനങ്ങൾക്ക് പണമില്ലാത്ത സ്ഥിതിയാണെന്നും മന്ത്രി ആര്യാടൻ പറഞ്ഞു. സംസ്ഥാനത്തെ നികുതി വരുമാനത്തിന്റെ സിംഹഭാഗം ജീവനക്കാരുടെ ശമ്പളം, പെൻഷൻ, വായ്പാ പലിശ എന്നിവയ്ക്കായി ചെലവഴിക്കേണ്ടി വരികയാണെന്ന് ഗതാഗത മന്ത്രി ആര്യാടൻ മുഹമ്മദ് പറഞ്ഞു. സംസ്ഥാന ഖജനാവിന്റെ 90% ഇതിനായാണ് ചെലവഴിക്കുന്നത്. അവശേഷിക്കുന്ന 10% മാത്രമാണ് വികസന പ്രവർത്തനങ്ങൾക്ക് ലഭിക്കുന്നത്. എങ്കിലും പെൻഷൻകാർക്കുള്ള മെഡിക്കൽ അലവൻസ് വർദ്ധിപ്പിക്കൽ, കേന്ദ്രത്തിലേതിന് തുല്യമായ ആനുകൂല്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നും ആര്യാടൻ മുഹമ്മദ് പറഞ്ഞു. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ സമ്മേളനം DCC ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ആര്യാടൻ. ഈ 3 ഘടകങ്ങളാണ് നമ്മുടെ പ്ലാനിനുള്ള ടോട്ടലായ ചെലവിന് വേണ്ടിയുള്ള റവന്യൂ വരുമാനം. DCC പ്രസിഡന്റ് KC അബു ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. KSSPA ജില്ലാ പ്രസിഡന്റ് ചരണ്ടത്തൂർ ശ്രീധരൻ, KM വേലായുധൻ, MP വേലായുധൻ, KV സുബ്രഹ്മണ്യൻ, B വേണുഗോപാൽ, N ശ്യാംകുമാർ, C വിഷ്ണു നമ്പൂതിരി, C മാധവൻ മാസ്റ്റർ, പള്ളത്ത് അഹമ്മദ് കോയ, PM അബ്ദുറഹ്മാൻ, E ലോഹിതാക്ഷൻ മാസ്റ്റർ, ബേബി പുരുഷോത്തമൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വിവാഹവീരനും 20ഓളം മോഷണക്കേസിലെ പ്രതിയുമായ മധ്യവയസ്കൻ കഞ്ചാവ് സഹിതം പിടിയിൽ. വേങ്ങേരി മജീദിനെ ഇത് 4ാം തവണയാണ് കഞ്ചാവുമായി എക്സൈസ് സംഘം പിടികൂടുന്നത്. പ്രതിയെ വടകര കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വേങ്ങേരി വള്ളിക്കണ്ടി കോളനിയിലെ മജീദിനെയാണ് 1 കിലോ 200 ഗ്രാം കഞ്ചാവ് സഹിതം എക്സൈസ് വലയിലായത്. വേങ്ങേരി ബസ് സ്റ്റോപ്പിനടുത്ത് വെച്ച് എക്സൈസ് ഇൻസ്പെക്ടർ P സജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇദ്ദേഹത്തെ വലയിലാക്കിയത്. മാത്യു ജോൺ, രമേഷ്, VP മനോജ് എന്നിവരും എക്സൈസ് സംഘത്തിലുണ്ടായിരുന്നു. ഇത് 4ാം തവണയാണ് കഞ്ചാവുമായി മജീദ് പിടിയിലാവുന്നത്. വിവിധ സ്റ്റേഷനുകളിലായി 20ഓളം മോഷണ കേസുകളിലെ പ്രതിയാണ്. 3 വിവാഹം കഴിച്ചിട്ടുണ്ട്. പിടിച്ചെടുത്ത കഞ്ചാവിന് 25,000-ഓളം വില വരും. മജീദിനെ വടകര കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഇടവേള. The handcrafted collection by Kalyan Sarees. അരയിടത്തുപാലം, കോഴിക്കോട്. കാഴ്ചയുടെ വിലയെന്തെന്ന് ഇവർക്കേ അറിയൂ, മറ്റാരെക്കാളും. പൂർണ്ണ അർത്ഥത്തിൽ ഞങ്ങളത് തിരിച്ചറിയുന്നു. കാഴ്ച നൽകുകയെന്നാൽ ജീവൻ നൽകുന്നതിന് തുല്യമാണെന്ന ഉത്തമ ബോധ്യത്തോടെ കാഴ്ചയുടെ ലോകത്തിന്റെ കാവൽക്കാരാകാൻ ഞങ്ങൾ സമർപ്പിത സേവനം ചെയ്യുന്നു, കണ്ണിമ ചിമ്മാതെ. പൂർണ്ണ അന്ധത പോലും പരിഹരിച്ച മികവിന് സംസ്ഥാനതല അവാർഡിന്റെ തിളക്കവുമായി കണ്ണ് DND ചികിത്സയിൽ ജീവനും ഉത്തര മലബാറിന്റെ അഭിമാനവും കേരളത്തിന്റെ പ്രതീക്ഷയുമാകുന്നു. അനുഭവ സാക്ഷ്യം മുഖമുദ്രയാകുമ്പോൾ അവകാശവാദങ്ങൾ പിന്നെന്തിന്? ജീവനം ആയുർവേദ ആശുപത്രി, പള്ളിയാമൂല, 6ാം ഘട്ടം, കണ്ണൂർ. ചേച്ചി റെഡി? എങ്ങനെ, നന്നായിട്ടുണ്ടോ? ജ്വല്ലറി ഒന്നും ഇടുന്നില്ലേ? ജ്വല്ലറി കൂലറി എനിക്ക് വേണ്ട. എല്ലാ ഫ്രണ്ട്സും കളിയാക്കില്ലേ? ഓൾസോ ഓൾ ദിസ് ഇസ് നോട്ട് കൂൾ എനിമോർ. കൂളല്ല പോലും. നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാട്ടോ. ചേച്ചി ഹായ്. 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 ഇപ്പൊ എന്തു പറയുന്നു നിന്റെ ഫ്രണ്ട്സ്? ഇപ്പൊ പുതിയൊരു പ്രോബ്ലം തുടങ്ങി. Mine Diamonds from Malabar Golden Diamonds.
34ാമത്തെ സഹകരണ നിക്ഷേപ സമാഹരണ യജ്ഞം 2013. സഹകരണ ബാങ്കുകളിലും സഹകരണ സ്ഥാപനങ്ങളിലും നിക്ഷേപങ്ങൾക്ക് മറ്റാരും നൽകാത്ത ഉയർന്ന പലിശ, മുതിർന്ന പൗരന്മാർക്ക് 0.5% അധിക പലിശ. കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്ക്, സർവീസ് റൂറൽ സഹകരണ ബാങ്കുകൾ, അർബൻ സഹകരണ ബാങ്കുകൾ, കാർഷിക സഹകരണ ഗ്രാമവികസന ബാങ്കുകൾ, അർബൻ എംപ്ലോയീസ്, വനിതാ, ഫാർമേഴ്സ്, ഹൌസിംഗ് സഹകരണ സംഘങ്ങളിലും ഉയർന്ന പലിശ ലഭിക്കുന്നു. മികച്ച ആദായം നേടാൻ സഹകരണ സ്ഥാപനങ്ങളിൽ നിക്ഷേപിക്കുക. സഹകരണ സ്ഥാപനങ്ങളിൽ ഉയർന്ന പലിശ. ഈ ആനുകൂല്യം 2013 ഡിസംബർ 31 വരെ മാത്രം. വാർത്തകൾ തുടരുന്നു. മീഞ്ചന്ത ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികൾക്കായി സ്കിൽ എക്സിബിഷൻ സംഘടിപ്പിച്ചു. അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പ്രദർശനം ADM P. അറുമുഖൻ ഉദ്ഘാടനം ചെയ്തു. പഠനത്തോടൊപ്പം വിദ്യാർത്ഥികൾക്ക് വിവിധ തൊഴിലുകളിൽ പ്രാവീണ്യം നൽകാനായി ആവിഷ്കരിച്ച അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി മീഞ്ചന്ത ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വിദ്യാർത്ഥികൾക്കായി സ്കിൽ എക്സിബിഷൻ സംഘടിപ്പിച്ചു. ADM P. അറുമുഖൻ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ASAPൽ ഉൾപ്പെടുന്ന കോഴ്സുകളും സ്ഥാപനങ്ങളും വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്താനാണ് പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. ജില്ലയിൽ 4 സ്കിൽ ഡെവലപ്മെന്റ് സെന്ററുകൾ അനുവദിച്ചിട്ടുണ്ട്. മീഞ്ചന്ത ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ചാത്തമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, കുറ്റ്യാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, കൊയിലാണ്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലാണ് സെന്ററുകൾ. പൊതു അവധി ദിവസങ്ങളിലും ഞായറാഴ്ചകളിലും 1ാം വർഷ ഹയർ സെക്കൻഡറി ബിരുദ വിദ്യാർത്ഥികൾക്കാണ് പരിശീലനം നൽകുന്നത്. അഭിരുചിക്കനുസരിച്ച് 34ഓളം കോഴ്സുകൾ സെന്ററിൽ ലഭ്യമാകും. BSNL, ആപ്ടെക്, ICAI തുടങ്ങിയ കമ്പനികളും സ്ഥാപനങ്ങളും കോഴ്സുകൾ നടത്താൻ ധാരണയായിട്ടുണ്ട്. സംസ്ഥാനത്ത് 140 നിയോജക മണ്ഡലങ്ങളിലും പദ്ധതിയുടെ ഭാഗമായി സ്കിൽ ഡെവലപ്മെന്റ് സെന്ററുകൾ സ്ഥാപിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ചെറുവണ്ണൂർ ആഴ്ചച്ചന്ത നിലവിൽ വന്നു. ചെറുവണ്ണൂർ വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഒരുക്കിയ ആഴ്ചച്ചന്ത കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ T. മൊയ്തീൻ കോയ ഉദ്ഘാടനം ചെയ്തു. ചെറുവണ്ണൂർ വികസന സമിതിയുടെ നേതൃത്വത്തിൽ ആഴ്ചച്ചന്ത നിലവിൽ വന്നു. ചെറുവണ്ണൂർ കരുണ ഹോസ്പിറ്റലിന് സമീപത്ത് നടക്കുന്ന ആഴ്ചച്ചന്തയുടെ ഉദ്ഘാടനം കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T. മൊയ്തീൻ കോയ നിർവഹിച്ചു. മറ്റു ചന്തകളിൽ നിന്ന് വിഭിന്നമായി പരമ്പരാഗത കാർഷിക ജൈവ ഉൽപ്പന്നങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാ ശനിയാഴ്ചകളിലും ആഴ്ചച്ചന്ത ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പരിപാടിയിൽ K. മൊയ്തീൻ ചെറുവണ്ണൂർ അധ്യക്ഷനായിരുന്നു. P. രമേശ് ബാബു, കൌൺസിലർമാരായ ശ്രീജ ഹരീഷ്, ഗിരിജ ഹരിദാസ്, നല്ലളം പോലീസ് സ്റ്റേഷൻ റെസിഡൻസ് അസോസിയേഷൻ കോർഡിനേറ്റർ റഷീദ് പുതുക്കുടി, P. സിറാജ് എന്നിവർ സംബന്ധിച്ചു. അടിച്ചേൽപ്പിക്കുന്ന വിശ്വാസങ്ങൾക്ക് ആയുസ്സില്ലെന്ന് മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ MP. വീരേന്ദ്രകുമാർ. അത്തരം ആളുകൾ പഴയ വിശ്വാസത്തിലേക്ക് തിരിച്ചുപോകുന്ന കാഴ്ചയാണ് ഇന്ന് ലോകത്തെമ്പാടും കാണുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഭാരതീയ ജ്യോതിശാസ്ത്ര പരിഷത്ത് 38ാം വാർഷിക സമ്മേളനവും ജ്യോതിശാസ്ത്ര സെമിനാറും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭാരതീയ ജ്യോതിശാസ്ത്ര പരിഷത്ത് 38ാം വാർഷിക സമ്മേളനവും ജ്യോതിശാസ്ത്ര സെമിനാറും കോഴിക്കോട് അളകാപുരി ഓഡിറ്റോറിയത്തിൽ നടന്നു. സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനം മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ MP. വീരേന്ദ്രകുമാർ ഉദ്ഘാടനം ചെയ്തു. അടിച്ചേൽപ്പിക്കുന്ന വിശ്വാസങ്ങൾക്ക് ആയുസ്സില്ലെന്ന് MP. വീരേന്ദ്രകുമാർ പറഞ്ഞു. അത്തരം ആളുകൾ പഴയ വിശ്വാസത്തിലേക്ക് തിരിച്ചുപോകുന്ന കാഴ്ചയാണ് ഇന്ന് ലോകത്തെമ്പാടും കാണുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അവിടെ മടങ്ങി വന്നത് പഴയ വിശ്വാസം. അതിന് യുക്തി എന്താണെന്ന് പരിപാടിയിൽ ജ്യോതിശാസ്ത്ര പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് മൂലയിൽ മോഹൻദാസ് പണിക്കർ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്ര തന്ത്രികൾ ദിനേശൻ നമ്പൂതിരിപ്പാട്, ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമികൾ, എഞ്ചിനീയർ CK രാമചന്ദ്രൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ജ്യോത്സ്യന്മാരായ ചെലവൂർ ഹരിദാസ് പണിക്കർ, ബേപ്പൂർ MP. വിജീഷ് പണിക്കർ, ശ്യാംജിത്ത് പാലക്കൽ ബേപ്പൂർ എന്നിവർക്ക് ദിനേശൻ നമ്പൂതിരിപ്പാട് ജ്യോതിഷരത്ന ബഹുമതി സമർപ്പിച്ചു. തുടർന്ന് വൈവാഹിക ജീവിതം ജാതക നിരൂപണത്തിലൂടെ എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ ബ്രഹ്മശ്രീ ദിനേശൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. മൂലയിൽ മോഹൻദാസ് പണിക്കർ വിഷയാവതരണം നടത്തി. അഡ്വക്കേറ്റ് ശ്രീധരൻ പിള്ള, തോട്ടത്തിൽ രവീന്ദ്രൻ പണിക്കർ കാക്കശ്ശേരി, പീതാംബരൻ പണിക്കർ, മനോഹരൻ തന്ത്രികൾ, ഷാജി കൃഷ്ണനാചാരി, ശ്രീകൃഷ്ണ ശാസ്ത്രി എന്നിവർ സംബന്ധിച്ചു. ചാച്ചാജിയുടെ 125ാം ജന്മവാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി ദേശീയ ബാലതരംഗം സംഘടിപ്പിക്കുന്ന ശലഭമേള കലോത്സവത്തിന് തുടക്കമായി. ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 3 ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് T. ശരത് ചന്ദ്ര പ്രസാദ് MLA നിർവഹിച്ചു. ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജവഹർലാൽ നെഹ്റുവിന്റെ 125ാം ജന്മവാർഷിക ദിനത്തിന്റെ ഭാഗമായി ദേശീയ ബാലതരംഗം സംഘടിപ്പിക്കുന്ന ജില്ലാ കലോത്സവം ശലഭമേളയ്ക്ക് തുടക്കമായി. കലോത്സവത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് T. ശരത് ചന്ദ്ര പ്രസാദ് MLA നിർവഹിച്ചു. നാടിന്റെ പൈതൃകം ഉയർത്തിപ്പിടിച്ച് നാം എല്ലാവരും ഒന്നാണെന്ന ബോധ്യത്തോടെ ജീവിക്കാൻ സാധിക്കണം. വളർന്നു വരുന്ന കുട്ടികളിലും അത് സാധ്യമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നമ്മുടെ കേരളീയ സംസ്കാരം, ഭാരതീയ സംസ്കാരം അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ഈ നാടിന്റെ പൈതൃകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്
ഇന്ത്യ ഒന്നാണ്, ഇന്ത്യക്കാരൊന്നാണ് എന്ന് മുദ്രാവാക്യം വളർത്തിയെടുക്കുവാൻ നമ്മുടെ ഈ കുട്ടികൾ പിറന്നിട്ടിണയുമുണ്ട്, നാളുകളിൽ വളർന്നു വലുതാകേണ്ടതുമുണ്ട്, നാളുകളിൽ ഭരിച്ചു വന്നേൽക്കേണ്ടതുണ്ട്. ഈ മണ്ണിനെ ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ, വർഗത്തിന്റെ പേരിൽ, പ്രദേശത്തിന്റെ പേരിൽ വെട്ടിമുറിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ ആഞ്ഞടിക്കുന്ന ഒരു കൊടുങ്കാറ്റായി ഞാൻ ഇന്ത്യക്കാരനാണ്, പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ, ഇന്ത്യക്കാരനായി ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറയുന്ന ഉത്തമ പൗരന്മാരെ വളർത്തിയെടുക്കുക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യം. 3 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളാണ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. സ്കൂളിലെ 2 വേദികളിലായാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. പദ്യം ചൊല്ലൽ, ലളിതഗാനം, കഥാരചന, കവിതാരചന, മിമിക്രി തുടങ്ങി 15ൽ പരം മത്സര വിഭാഗത്തിൽ 100ഓളം കുട്ടികളാണ് മാറ്റുരയ്ക്കുന്നത്. 3 ദിവസങ്ങളിലായാണ് കലോത്സവം നടക്കുന്നത്. ചടങ്ങിൽ ദേശീയ ബാലതരംഗം കോർഡിനേറ്റർ ജഗത്മയൻ ചന്ദ്രപുരി, അഷ്റഫ് ചേലാട്ട്, സ്വാതന്ത്ര്യസമര സേനാനി പി വാസു, എൻ സഗീഷ് ബാബു, എൻ എ റസാഖ്, ദേശീയ ബാലതരംഗം ജില്ലാ പ്രസിഡന്റ് ഐശ്വര്യ അരവിന്ദ് എന്നിവർ സംബന്ധിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി നെഹ്റു പുസ്തകമേള, പുസ്തക ചർച്ച, ചിത്രപ്രദർശനം, സാഹിത്യ സംഗമം, പ്രതിഭാ സംഗമം എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. വൈവിധ്യവൽക്കരണം നടപ്പാക്കുന്ന ബേപ്പൂർ കയർ ഫാക്ടറിയിൽ കയർ പിറ്റ് ബ്ലോക്ക് നിർമ്മാണത്തിനുള്ള യന്ത്രങ്ങൾ സ്ഥാപിച്ചു തുടങ്ങി. ചകിരിച്ചോറ് ഉപയോഗിച്ച് ഇഷ്ടിക നിർമ്മിക്കുന്നതിനുള്ള യന്ത്ര സംവിധാനങ്ങളാണ് പുതുതായി പണിത ഷെഡിൽ ഒരുങ്ങുന്നത്. ചകിരിച്ചോറ് സംസ്കരണത്തിനുള്ള വലിയ 3 അരിപ്പകൾ ഇതിനകം സ്ഥാപിച്ചു കഴിഞ്ഞു. 50 ലക്ഷത്തോളം രൂപ ചെലവിട്ടാണ് കമ്പനിയിൽ പുതിയ യൂണിറ്റ് സ്ഥാപിക്കുന്നത്. 1 മാസത്തിനകം ഇഷ്ടിക ഉൽപാദനം ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് കയർ കോർപ്പറേഷൻ ബേപ്പൂർ ഡിവിഷൻ അധികൃതർ പറഞ്ഞു. പച്ചത്തൊണ്ട് സംസ്കരിക്കുമ്പോൾ പുറന്തള്ളുന്ന ചകിരിച്ചോറ് ഉപയോഗിച്ചാണ് ഇഷ്ടിക നിർമ്മിക്കുക. നിലവിൽ ഇത് കയർഫെർട്ട് എന്ന ജൈവവളം ഉൽപ്പാദിച്ച് വിപണനം നടത്തുകയാണ് ചെയ്യുന്നത്. രാജ്യാന്തര വിപണിയിൽ ചകിരിച്ചോർ ഇഷ്ടികയ്ക്ക് വലിയ ഡിമാൻഡുണ്ട്. ഇതിനാൽ കയറ്റുമതി ലക്ഷ്യമിട്ടാണ് പിറ്റ് ബ്ലോക്ക് യൂണിറ്റ് സ്ഥാപിക്കുന്നത്. 13 ഡി ഫൈബറിംഗ് യന്ത്രങ്ങളുള്ള കമ്പനിയിലെ 7 പ്രവർത്തന സജ്ജമാണ്. ഇവയിൽ ദിനശരാശരി 10,000-ലേറെ പച്ചത്തൊണ്ട് സംസ്കരിച്ച് ചകിരിനാര് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇതിൽ നിന്നുള്ള ചകിരിച്ചോറ് ഉപയോഗിച്ച് ഇഷ്ടിക നിർമ്മിക്കുകയാണ് പദ്ധതിയിൽ. പിറ്റ് ബ്ലോക്ക് യൂണിറ്റ് ആരംഭിക്കുന്നതോടെ മുഴുവൻ ഡി ഫൈബറിംഗ് യന്ത്രങ്ങളും പ്രവർത്തിപ്പിക്കുന്നതിന് നടപടിയായിട്ടുണ്ട്. മലബാർ കയർ കോംപ്ലക്സ് പദ്ധതിയിൽ 5 കോടിയിൽ പരം രൂപ ചെലവഴിച്ചുള്ള വൈവിധ്യവൽക്കരണത്തിലാണ് ചകിരിച്ചോർ ഇഷ്ടിക ഉൽപാദനവും തുടങ്ങുന്നത്. മലബാറിൽ നല്ല ഇനം പച്ചത്തൊണ്ട് ലഭ്യമാകുമെന്നത് മുന്നിൽ കണ്ടാണ് ഇവിടേക്ക് മാത്രമായി പ്രത്യേക പദ്ധതി തയ്യാറാക്കിയത്. 3.66 ഏക്കർ സ്ഥലവും കെട്ടിടങ്ങളുമുള്ള ബേപ്പൂർ ഡിവിഷനിൽ നിലവിൽ തൊണ്ട് സംസ്കരണം, കയർപിരി, കയർ ചുരുട്ടൽ എന്നിവയെല്ലാം നടക്കുന്നുണ്ട്. സർക്കാരിന്റെ കയർ ഗവേഷണ സ്ഥാപനമായ നാഷണൽ കയർ റിസർച്ച് ആൻഡ് മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ചെടുത്ത പുതിയ ശ്രേണിയിലുള്ള ഡി ഫൈബറിംഗ് യന്ത്രങ്ങൾ ബേപ്പൂരിലെത്തിക്കാൻ പദ്ധതിയുമുണ്ട്. ഒപ്പം ഇപ്പോൾ 4 യന്ത്രങ്ങളുള്ള കയർപിരി യൂണിറ്റിൽ 5 പുതിയ യന്ത്രങ്ങൾ കൂടി ലഭ്യമാക്കി ഉൽപാദനം വർദ്ധിപ്പിക്കാൻ പദ്ധതിയിടുന്നതായി കയർ കോർപ്പറേഷൻ അധികൃതർ പറഞ്ഞു. വാർത്തയിൽ ഒരിടവേള കൂടി. The handcrafted collection by Kalyan Sarees. അരയിടത്ത് പാലം, കോഴിക്കോട്. Stars collection. Youthinaria best. Youthful surprises. Shades and style. Latest type fashion. Lowest price attraction. Kalyan Silks. Stars collection. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു സ്റ്റാർസ് കളക്ഷൻസ്. ഫാഷൻ ലോകത്തെ പുതിയ വിസ്മയങ്ങൾ. വില 250 രൂപ മുതൽ. വലിയ വിസ്മയങ്ങൾക്ക് ഇനി ചെറിയ വില. സ്റ്റാർസ് കളക്ഷൻസ്. വാർത്തകൾ തുടരുന്നു. ആവേശോജ്വലമായി ജെമിനി സർക്കസ് കോഴിക്കോട്ടെത്തി. 62 വർഷത്തെ പാരമ്പര്യമുള്ള ജെമിനി സർക്കസ് ഇക്കുറി കോഴിക്കോട്ടെത്തുന്നത് ഒട്ടേറെ പുതുമകളോടെയാണ്. കലക്ടർ CA ലത ഉദ്ഘാടനം ചെയ്തു. വർഷത്തെ പാരമ്പര്യമുള്ള ജെമിനി സർക്കസ് ഒട്ടേറെ പുതിയ ഇനങ്ങളുമായി മെയ്വഴക്കത്തിന്റെയും വിസ്മയത്തിന്റെയും പുത്തൻ കാഴ്ചകളുമായി വീണ്ടും കോഴിക്കോട്ടെത്തുകയാണ്. നിറഞ്ഞുകവിഞ്ഞ സദസ്സിന് മുൻപിൽ ജില്ലാ കളക്ടർ CA ലത പ്രദർശനോദ്ഘാടനം നിർവഹിച്ചു. സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാർ മുഖ്യാതിഥിയായിരുന്നു. റഷ്യൻ കലാകാരന്മാരുടെ നേതൃത്വത്തിൽ തനിമയും മെയ്വഴക്കും ഏകാഗ്രതയും ഒത്തിണക്കിയ അതിസാഹസികമായ അഭ്യാസ പ്രകടനമാണ് ഏറ്റവും ശ്രദ്ധേയമായത്. ആഫ്രിക്കൻ സംഗീതത്തിന്റെയും വന്യമൃഗങ്ങളുടെ ഘോരശബ്ദങ്ങളുടെയും പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്ന ലിംബോ ഡാൻസ്, ഫയർ ഡാൻസ്, ബ്രിക് ബാലൻസ് എന്നിവ വ്യത്യസ്തമാകുന്നു.
അതോടൊപ്പം മരണക്കിണർ, സാരി അക്രോബാറ്റ്, സ്പ്രിംഗ് ബോർഡ് അക്രോബാറ്റ്, സ്കേറ്റിംഗ്, റോപ്പ് അക്രോബാറ്റ് എന്നിവയുമുണ്ട്. സർക്കസിലേക്ക് കുട്ടികളെ ആകർഷിക്കാനായി മൃഗങ്ങളുടെ അഭ്യാസ പ്രകടനം, സൈക്കിൾ ചവിട്ടുന്ന തത്ത, ആനയുടെ സൈക്കിൾ അഭ്യാസങ്ങൾ, ക്രിക്കറ്റ് കളി എന്നിവയുമുണ്ട്. 100-ൽ പരം സർക്കസ് കലാകാരന്മാരുൾപ്പെടെ 300ഓളം ജീവനക്കാർ സർക്കസിലുണ്ട്. ഒരു ദിവസം 3 പ്രദർശനങ്ങളാണുള്ളത്. 1, 4, 7 എന്നീ സമയങ്ങളിലാണ് പ്രദർശനം നടക്കുന്നത്. ബേപ്പൂർ ഗവൺമെന്റ് സൗത്ത് LP സ്കൂളിൽ രാമകൃഷ്ണൻ മാസ്റ്റർ സ്മാരക എൻഡോമെന്റ് വിതരണവും പോർട്ട് ഗാലറി ഉദ്ഘാടനവും നടന്നു. ലയൺസ് ക്ലബ് മേഖലാ കൺവീനർ ഗോപൻ ഉദ്ഘാടനം ചെയ്തു. രാമകൃഷ്ണൻ മാസ്റ്റർ സ്മാരക എൻഡോമെന്റ് വിതരണവും പോർട്ട് ഗാലറി ഉദ്ഘാടനവും നടന്നു. ബേപ്പൂർ ഗവൺമെന്റ് സൗത്ത് LP സ്കൂളിൽ നടന്ന ചടങ്ങ് ലയൺസ് ക്ലബ് മേഖലാ കൺവീനർ ഗോപൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് അബ്ദുൽ നാസർ അധ്യക്ഷനായിരുന്നു. നിരവധി മഹാന്മാരുടെ ചിത്രങ്ങളാണ് പോർട്ട് ഗാലറിയിൽ ഒരുക്കിയിരിക്കുന്നത്. രവീന്ദ്രനാഥ ടാഗോർ, അംബേദ്കർ, കുഞ്ഞുണ്ണിമാഷ്, വൈക്കം മുഹമ്മദ് ബഷീർ, ഡോക്ടർ APJ അബ്ദുൽ കലാം, ജവഹർലാൽ നെഹ്റു, അക്കിത്തം, ONV, സുഗതകുമാരി, MT വാസുദേവൻ നായർ എന്നിവരുടെ ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് മഹാന്മാരെ അടുത്തറിയാനുള്ള അവസരമൊരുക്കുകയാണ് പോർട്ട് ഗാലറി ഒരുക്കിയതിന്റെ ഉദ്ദേശം. മികച്ച വിദ്യാർത്ഥികളായി തിരഞ്ഞെടുത്ത മിൻഹ, മുഹമ്മദ് മിത്ലജ്, സുഹാന MP, ഷിനു തസ്നീം എന്നിവർക്ക് പ്രധാനാധ്യാപിക ശോഭന മണി സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ബാബു MK, വാസപ്പൻ മാസ്റ്റർ, കൃഷ്ണൻകുട്ടി, MK വാസു മാസ്റ്റർ, പ്രജിത PB എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു. കേരള മുസ്ലിം ഹിസ്റ്ററി കോൺഫറൻസിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കോൺഫറൻസിന്റെ ഭാഗമായി മുസ്ലിം സംസ്കാരത്തിന്റെയും ചരിത്രത്തിന്റെയും അപൂർവ ശേഖരങ്ങളുമായി പൈതൃകം എന്ന പേരിൽ എക്സിബിഷൻ നടക്കുമെന്നും അവർ പറഞ്ഞു. കേരള മുസ്ലിം ഹെറിറ്റേജ് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 22, 23, 24 തീയതികളിൽ JDT ക്യാമ്പസിൽ നടക്കുന്ന കേരള മുസ്ലിം ഹിസ്റ്ററി കോൺഫറൻസിൽ പ്രമുഖ അക്കാദമീഷ്യനും ഗ്രന്ഥകാരനും അൽ ജസീറ കോളമിസ്റ്റുമായ ഡോക്ടർ ഇർഫാൻ അഹമ്മദ് മുഖ്യാതിഥിയായിരിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള മുസ്ലിം ഹിസ്റ്ററി കോൺഫറൻസിന്റെ ഭാഗമായി മുസ്ലിം സംസ്കാരത്തിന്റെയും ചരിത്രത്തിന്റെയും അപൂർവ ശേഖരങ്ങളുമായി പൈതൃകം എന്ന പേരിൽ എക്സിബിഷൻ നടത്തും. ബ്രിട്ടീഷ് സൈന്യത്തിന്റെ ബൂട്ടുകൾ പതിഞ്ഞ ആലി മുസ്ലിയാരുടെ ഗ്രന്ഥശേഖരങ്ങൾ, അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വത്തിൽ രചിച്ച വിലാപകാവ്യങ്ങൾ, കേരളത്തിലെ പ്രമുഖ അറബി കവിയായ അബു റഹ്മാന്റെ കവിതയുടെ പകർപ്പുകൾ തുടങ്ങിയ നിരവധി അപൂർവയിനം രേഖകളും ഗ്രന്ഥങ്ങളും ഇതിന്റെ ഭാഗമായി പ്രദർശിപ്പിക്കും. കേരള ആർക്കൈവ്സ് ഡയറക്ടറേറ്റിന്റെ സഹകരണത്തോടെയാണ് എക്സിബിഷൻ നടത്തുന്നത്. നാണയങ്ങളും അത്യപൂർവ പരിഭാഷകളും 600 വർഷത്തോളം പഴക്കമുള്ള ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളുടെ കയ്യെഴുത്ത് പ്രതികളും അപൂർവ രേഖകളും ശേഖരങ്ങളും പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിലെ ചരിത്രപ്രധാനമായ പള്ളികളുടെയും സ്ഥലങ്ങളുടെയും പെയിന്റിങ്ങുകൾ, ഫോട്ടോകൾ എന്നിവയുടെ വിപുലമായ പ്രദർശനം 30ഓളം സ്റ്റാളുകളിലായി ക്രമീകരിക്കും. പൊതുജനങ്ങൾക്ക് എക്സിബിഷൻ കാണാൻ അവസരമൊരുക്കിയിട്ടുണ്ട്. 22-ന് 2:30-ന് സാമൂഹിക ക്ഷേമ മന്ത്രി MK മുനീർ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്യും. കോൺഫറൻസിന്റെ ഭാഗമായി മാപ്പിള കലകളുടെ അവതരണവും നടക്കും. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. ബസ് ചാർജ് വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ജസ്റ്റിസ് M രാമചന്ദ്രൻ ചെയർമാനായുള്ള വെൽഫെയർ റിവിഷൻ കമ്മിറ്റിയുടെ ശുപാർശകൾ അശാസ്ത്രീയവും വസ്തുതകൾക്ക് നിരക്കാത്തതും ജനങ്ങളുടെ മേൽ അമിതഭാരം അടിച്ചേൽപ്പിക്കുന്നതുമായതിനാൽ കമ്മിറ്റി ശുപാർശകൾ പൂർണ്ണമായും തള്ളണമെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി റസാഖ് പാലേരി പത്രസമ്മേളനത്തിൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. KSRTCയുടെ നഷ്ടകാരണം അഴിമതിയും കെടുകാര്യസ്ഥതയുമാണ്. ഈ അപാകത പരിഹരിക്കുന്നതിന് പകരം ചാർജ് വർദ്ധിപ്പിക്കുന്ന സമീപനമല്ല സർക്കാർ സ്വീകരിക്കേണ്ടതെന്നും അവർ ആവശ്യപ്പെട്ടു. മുഹമ്മദ് റഫി ഫൗണ്ടേഷൻ കോഴിക്കോട് കേരള അവതരിപ്പിക്കുന്ന റഫി നൈറ്റ് 2013 ഡിസംബർ 24-ന് വൈകുന്നേരം 6 മണിക്ക് കോഴിക്കോട് ബീച്ചിലെ ഓപ്പൺ സ്റ്റേജിൽ നടക്കും. ലോക പ്രശസ്ത ഗായകൻ മുഹമ്മദ് റഫി സാഹിബിന്റെ 89ാം ജന്മദിനത്തോടനുബന്ധിച്ച് മുഹമ്മദ് റഫി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന റഫി നൈറ്റിൽ സൗത്ത് ഇന്ത്യൻ മുഹമ്മദ് റഫി എന്നറിയപ്പെടുന്ന ടാഗോർ ദാസിനെ ആദരിക്കുന്നു.
ഡിസംബർ 24 നടക്കുന്ന റഫി നൈറ്റ് പ്രശസ്ത ഗായകനായ റംസി അഹമ്മദ് നയിക്കുന്ന സംഗീത നിശയിൽ യുവ ഗായകരായ സൗരവ് കിഷൻ, കീർത്തന SK, ഷാരിക സലാം, ഷംന എന്നിവർ ഗാനങ്ങൾ ആലപിക്കുന്നു. കേരള സംഗീത നാടക അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ നവരസം പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റും ചാവറ കൾച്ചറൽ സെന്ററും ചേർന്ന് അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം ഫെസ്റ്റിവലും ശില്പശാലയും മോഹിനി നൃത്യതി 2013 ഡിസംബർ 25, 26, 27, 28, 29 തീയതികളിൽ തളി ഗായത്രി കല്യാണ മണ്ഡപത്തിൽ വെച്ചും അമലാപുരി ചാവറ കൾച്ചറൽ സെന്റർ ഓഡിറ്റോറിയത്തിൽ വെച്ചുമായി നടക്കും. ഡിസംബർ 25 വൈകുന്നേരം 5 മണിക്ക് പ്രശസ്ത നർത്തകി ശ്രീമതി കലാമണ്ഡലം ചന്ദ്രിക ഗായത്രി കല്യാണ മണ്ഡപത്തിൽ മോഹിനിയാട്ടം ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘാടകർ പറഞ്ഞു. പാരിസ്ഥിതികം 2013-14 ഭാഗമായി കാവുകളും കുളങ്ങളും ജൈവ വൈവിധ്യ കലവറ എന്ന വിഷയത്തിൽ 15 ദിവസം നീണ്ടു നിൽക്കുന്ന കർമ്മ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നു. ഡിസംബർ 22 ഞായറാഴ്ച വിവിധ ഇനം വൃക്ഷവള്ളിപ്പടർപ്പ് തൈകളുടെ വിതരണവും, ഡിസംബർ 23 തിങ്കളാഴ്ച വിദ്യാർത്ഥികൾക്ക് പെയിന്റിംഗ് മത്സരവും, ഡിസംബർ 24 ചൊവ്വ മുതൽ ഡിസംബർ 29 ഞായർ വരെ സഞ്ചരിക്കുന്ന പോസ്റ്റർ പ്രദർശനവും, ഡിസംബർ 30 തിങ്കളാഴ്ച മുതൽ 2014 ജനുവരി 4 ശനിയാഴ്ച വരെ വിദ്യാർത്ഥികൾ വരച്ച പെയിന്റിംഗുകളുടെ പ്രദർശനവും എന്നിവയാണ് പരിപാടികൾ. കൂറ്റഞ്ചേരി ശിവക്ഷേത്ര മഹോത്സവം ഡിസംബർ മാസം 24 കൊടിയേറി 31 ആറാട്ടിനു ശേഷം കൊടിയിറക്കി അവസാനിക്കും. ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ പലവിധ ക്ഷേത്ര കലകളും അരങ്ങേറും. കൂടാതെ കമ്മിറ്റികളുടെ ആഘോഷവരവുകളും കലാപരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ സംരക്ഷിക്കുന്നവർ തന്നെയാണ് തനിക്കെതിരെ വധഭീഷണി ഉയർത്തിയതെന്ന് KK രമ. വികസന പ്രവർത്തനങ്ങൾക്കായി കേരളത്തിൽ ചിലവഴിക്കുന്നത് നാമമാത്ര തുകയാണെന്ന് മന്ത്രി ആര്യാടൻ മുഹമ്മദ്. PSCയിലെ പിൻവാതിൽ നിയമനത്തിനെതിരെ പ്രതിഷേധിച്ച യുവമോർച്ച പ്രവർത്തകരുടെ മാർച്ചിൽ സംഘർഷം. 4 പ്രവർത്തകർക്ക് പരിക്ക്. വാർത്തകളുടെ ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്.